റിസർച്ച് മെത്തഡോളജിയിലെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മൾ റിസർച്ച് പ്രോബ്ലം ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു, ഡാറ്റ കളക്ട് ചെയ്തു, അനലൈസ് ചെയ്തു, ഇൻ്റർപ്രറ്റ് ചെയ്തു, അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളൊരു സൊല്യൂഷനിലേക്ക് അതൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മൾ റിസർച്ച് റിപ്പോർട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എ റിപ്പോർട്ട് ഈസ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഹാസ് ബീൻ ഡൺ ആൻഡ് ഹൗ ദാറ്റ് ഹാസ് ബീൻ ഡൺ വിത്ത് റെസ്പെക്ട് ടു പെർട്ടിക്കുലർ ഏരിയ ഓർ ടോപ്പിക്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ടോപ്പിക്കിന് ഡിഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഈ റിപ്പോർട്ടിനകത്ത് വരുന്നുണ്ട്. സോ ഒരു പ്രസൻറ്റേഷൻ ഓർ റിസർച്ച് ഫൈൻഡിങ്സ് ആൻഡ് ഫോംസ് ഓഫ് റിപ്പോർട്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇറ്റ് ഈസ് നെസസറി പാർട്ട് ഓഫ് ദ റിസർച്ച് പ്രോസസ് ആണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഈസ് ദ എൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് റിസർച്ച് ആക്ടിവിറ്റി. നമ്മുടെ റിസർച്ച് ആക്ടിവിറ്റിയിലെ ഒരു എൻഡ് പ്രൊഡക്റ്റാണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നീഡ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ദാറ്റ് മെത്തോഡോളജി ആൻഡ് ദ റിസൾട്ട്സ് ഓഫ് ദ സ്റ്റഡി ആൻഡ് ഇറ്റ് മീൻസ് ദ പ്രസൻറ്റിംഗ് ദാറ്റ് പ്രോബ്ലം ഈ സ്റ്റഡീഡ്. അതായത് ആ ഒരു പ്രസൻറ്റേഷനിലൂടെയാണ് ഈ ഒരു പ്രോബ്ലം സ്റ്റഡീഡ് ആയിട്ടുണ്ട്, പലതരത്തിലുള്ള മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്, കൺക്ലൂഷനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ബേസിക് ആയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും ഫ്യൂച്ചറിൽ ഒരു ഡെവലപ്പിംഗ് റിസർച്ച് പ്രപ്പോസലായിട്ട് ഈ ഒരു സെയിം ഏരിയ അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു റിസർച്ച് പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ദാറ്റ് കംപ്ലീറ്റഡ് പ്രൊജക്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആക്ച്വൽ ബേസ് ഫോർ ഫോർമുലേറ്റിംഗ് ദാറ്റ് പോളിസീസ് എന്നൊക്കെ പറയാം. അതുപോലെ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്. ഓറൽ റിപ്പോർട്ട് ഉണ്ട്, റിട്ടൺ റിപ്പോർട്ട് ഉണ്ട്, ടെക്നിക്കൽ റിപ്പോർട്ട് ഓർ തെസിസ് ഉണ്ട്, പോപ്പുലർ റിപ്പോർട്ട് ഉണ്ട്, ഇൻ്ററിം റിപ്പോർട്ട് ഉണ്ട്, സമ്മറി റിപ്പോർട്ട് ഉണ്ട്, റിസർച്ച് അബ്സ്ട്രാക്റ്റ് ഉണ്ട്, റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഓറൽ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോക്കൺ വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നമ്മുടെ സ്റ്റഡീനെ കുറിച്ചിട്ട്. ഒരു സെമിനാറിലോ കോൺഫറൻസിലൊക്കെ നമ്മളത് പറയുകയാണ്. റിട്ടൺ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് എഴുതി തയ്യാറാക്കുകയാണ്. അത് തന്നെ 6 ടൈപ്പിലുണ്ട്. ടെക്നിക്കൽ റിപ്പോർട്ട്, അതായത് കോംപ്രിഹെൻസീവ് ഓഫ് ഫുൾ റിപ്പോർട്ട് ഓഫ് റിസർച്ച് പ്രോസസ്സ്, അതായത് പ്രൈമർലി ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ അതർ റിസർച്ചേഴ്സ് ഒക്കെ തന്നെ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കൽ റിപ്പോർട്ടിലൂടെയാണ് അവർ പറയുന്നത്. സോ ഒരു ലോങ് റിപ്പോർട്ടാണ്. എല്ലാ ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് പ്രോസസ്സിനെയും ഇതിലൂടെ പറയുന്നുണ്ട് ഈ ഒരു ടെക്നിക്കൽ റിപ്പോർട്ടിനകത്ത്. പോപ്പുലർ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, അതായത് നോൺ ടെക്നിക്കൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ were there long time gap between data collection and the presentation of the results, the study may lose a significant and usefulness. സോ ഇവിടെ ഒരു ഷോർട്ട് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് റിസൾട്ട് ആൻഡ് അനാലിസിസിനെ കുറിച്ചിട്ടും പിന്നെ ഒരു ഫൈനൽ ഔട്ട്കം ആൻഡ് അനാലിസിസിനെ കുറിച്ചിട്ടും ഒരു ഷോർട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത്. സമ്മറി റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൺസംഷൻ ഓഫ് ലേ ഓഡിയൻസ്, അതായത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് സമ്മറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി റിസർച്ച് അബ്സ്ട്രാക്റ്റിനെ കുറിച്ചിട്ട്, അതായത് ഒരു ഷോർട്ട് സമ്മറി ഓഫ് ടെക്നിക്കൽ റിപ്പോർട്ട്, നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ടെക്നിക്കൽ റിപ്പോർട്ടാണ് ഇത്. ഷോർട്ട് സമ്മറിയാണ്, അതായത് ഒരു ഡോക്ടറൽ സ്റ്റുഡൻസ് ഒക്കെയാണ് ഈ ഒരു റിസർച്ച് അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻഡ് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ ജേർണൽസ്, അപ്പോൾ പലതരത്തിലുള്ള UGCയിലൊക്കെ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റേജസ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്നതിലുള്ള സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്, അതായത് ടെക്നിക്കലാണോ, പോപ്പുലർ ആണോ, സമ്മറി ആണോ, എന്താണ് വേണ്ടത് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നു. അതിനുശേഷം ദ സ്കോപ്പ് ഓഫ് ദ റിപ്പോർട്ട്സ്, അതായത് കണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പോൾ റിസർച്ച് തെസിസോ ഡിസർട്ടേഷനോ അല്ലെങ്കിൽ അതെല്ലാ തരത്തിലും ഡിപ്ലോമയ്ക്കാണോ ഡിഗ്രിക്കാണോ നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും ആ പ്രോസസ്സിനനുസരിച്ചിട്ടും സ്കോപ്പ് ഓഫ് ദ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇനി സ്റ്റൈലിംഗ് ഓഫ് റിപ്പോർട്ടിങ്, അതായത് സിമ്പിളായിട്ടാണോ, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് എലഗൻ്റ് ആയിരിക്കണം, അതുപോലെ പോംപേഴ്സ്, അതുപോലെ തന്നെ റെഫറൻസും, അതുപോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഫോർമാറ്റ് ഓഫ് ദ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കണം, ടേബിൾ കണ്ടൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിനകത്ത് ഉണ്ടാവണം. അതുപോലെ റിസർച്ച് റിപ്പോർട്ട് ഫോർമാറ്റിനെ കുറിച്ചിട്ട്, അതായത് പ്രിലിമിനറീസ്, ദ ടെക്സ്റ്റ്, റെഫറൻസ് മെറ്റീരിയൽ. പ്രിലിമിനറീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ പേജ് ഉണ്ടാവും, നമുക്കറിയാമല്ലോ ടൈറ്റിൽ പേജ് എന്താണ്. അതിൽ പ്രിഫേസ് ഉണ്ടാവും, അതായത് ഇപ്പോൾ റൈറ്റേഴ്സ്, പർപ്പസ് ഓഫ് ദ സ്റ്റഡി, അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടാവാം. പിന്നെ ടേബിൾ കണ്ടൻസ്, ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡിവിഷൻ ഓഫ് തെസിസിനെ കുറിച്ചിട്ടോ, ഇപ്പോൾ ഇൻട്രൊഡക്ഷനോ ചാപ്റ്ററും സബ്സെക്ഷൻസും ബിബ്ലിയോഗ്രഫിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ടേബിൾ എന്നുള്ള രീതിയിലായിരിക്കണം. ലിസ്റ്റ് ഓഫ് ടേബിൾസ്, അതായത് എല്ലാം ഡിഫറെൻറ്റ് ടേബിൾ ആയിരിക്കണം, അതിനൊക്കെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവണം. ഫിഗർ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓരോ ഡയഗ്രാംസ് കാണുമ്പോൾ ഫിഗർ നമ്പർ കാണില്ലേ,
പോലെ അതുപോലെ ഫിഗർ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവണം, ടെക്സ്റ്റ് ഉണ്ടാവണം. അതായത് തിസിസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു റിസർച്ചറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആർഗ്യുമെൻറ്റ്സും എല്ലാം തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റിലൂടെയാണ്. അതിനുശേഷമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡീനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളൊരു സെൻട്രൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള പ്രീവിയസ് റിസർച്ചും അതുപോലെ നമ്മുടെ സ്പെസിഫിക് റീസൺ ഫോർ ദാറ്റ് ഈ ഒരു ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ പറയണം. അതിനുശേഷം റിസർച്ച് പ്രൊസീജിയറാണ്, അതായത് നമ്മുടെ എക്സ്പെരിമെൻറ്റേഷൻസിനെ കുറിച്ചിട്ടും നമ്മളതിൽ വന്നിട്ടുള്ള ഡാറ്റ കളക്ഷൻസ്, ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസ്, ആ കാര്യങ്ങളൊക്കെ റിസർച്ച് പ്രൊസീജിയറിൽ വേണം. അതിനുശേഷമാണ് കൺക്ലൂഷൻസ്. നമ്മളിപ്പോൾ മീൻസ്, സ്റ്റാൻഡേർഡ് ഓഫ് ഡീവിയേഷൻ എന്നുള്ള രീതിയിലും ഓവറായിട്ട് നമ്മൾ എത്രത്തോളം ഫൈൻഡിങ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൺക്ലൂഷനിൽ വരുത്തണം. സമ്മറി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ടോട്ടലായിട്ടൊരു ബ്രീഫ് സമ്മറി കൊടുക്കണം. നമ്മുടെ പ്രോബ്ലം, പ്രൊസീജിയർ, നമ്മുടെ മേജർ ഫൈൻഡിങ്സ്, മേജർ കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് അതിൽ കൊടുക്കണം. ഏറ്റവും അവസാനം റെഫറൻസ് കൊടുക്കേണ്ടത്. റെഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും പബ്ലിഷ്ഡ് വർക്കിൽ നിന്നും ഈ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഓർഡർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, എഡിഷൻ, പേജ് നമ്പർ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബിബിലിയോഗ്രഫിയാണ്. ബിബിലിയോഗ്രഫി വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ പബ്ലിഷ് ചെയ്തതും അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള റെഫറൻസുകളെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. ഓൾ ബുക്സ്, അതുപോലെ ആർട്ടിക്കിൾസ്, റിപ്പോർട്ട്സ്, അതൊക്കെ തന്നെ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൻഡീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കോപ്പീസ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതുപോലെ തന്നെ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂസ്, സ്കെഡ്യൂൾസ്, ക്വസ്റ്റ്യനയേഴ്സ്, അതൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, സാമ്പിളിംഗ് പ്ലാനിനെ കുറിച്ചുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ്, പ്രൈമറി ടേബിൾസിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയണം. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റിംഗ്സ്, അതായത് ഓർഗനൈസേഷൻ ഓഫ് ദി റിപ്പോർട്ട്. നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവണം, സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവണം, ഹെഡിങ്സ് ഉണ്ടാവാം, മാർജിൻസ് ഉണ്ടാവാം, പാരഗ്രാഫ് ഉണ്ടാവണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. ഒരു സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതായത് നമ്മളൊരു ഫോർമൽ പ്രസൻറ്റേഷൻ പറയുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ടോട്ടലായിട്ട് ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ സ്റ്റൈലായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം, എലഗൻ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ. ക്ലാരിറ്റി ഉണ്ടാവാം, അക്യൂറസി ഉണ്ടാവണം, കോഹറൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ റീഡബിലിറ്റി ആയിരിക്കണം. അത് ഇതിലെന്താണെന്ന് പറയുന്നുണ്ട്. അക്യൂറസി, ക്ലാരിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ റീഡബിലിറ്റീനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അൺക്ലിയർ റൈറ്റിങ്സ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യണം. കാരണം അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണമുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡ്സുകളുണ്ട്, അതായത് നമ്മൾ തള്ളി പറയുന്ന രീതിയിലുള്ള വേർഡ്സുകൾ, അതൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ഫ്രേസസ്, അതായത് പല മോശമായിട്ടുള്ള ഫ്രേസസുകളൊക്കെ ഉപയോഗിക്കരുത്. അതുപോലെ അബ്സ്ട്രാക്ട് വേർഡ്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പലതരത്തിലുള്ള ഓഫുള്ളി, ഡ്രെഡ്ഫുള്ളി, അങ്ങനത്തെ വേർഡ്സുകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഗ്രാമറും സ്പെല്ലിങ്ങും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും. പിന്നെ വേർഡ്സ് എന്ന് പറയുന്നത് ന്യൂമറൽസ്, അതായത് ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്യാപിറ്റൽ കൊടുക്കണം, പിന്നെ ന്യൂമറൽസിൻ്റെ കേസ് എവിടെയൊക്കെ കൊടുക്കണം, അതിൽ പെർസെൻറ്റേജും ടേബിൾസ് ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ എവറി കൊട്ടേഷൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള അക്നോളജബിൾസ് കാര്യങ്ങളൊക്കെ ഫുട് നോട്ട്സ് ഒക്കെ തന്നെ ഡോക്യുമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എലിപ്സിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോട്ടഡ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറയുന്നത് ഒറിജിനൽ മീനിങ് ഈസ് നോട്ട് ആൾട്ടേർഡ്, അതായത് ഒമിറ്റ് ചെയ്യേണ്ടി വരും അതെന്ന് പറയുന്നത്. സോ സയൻസ് ഓഫ് എലിപ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അബ്രിവിയേഷൻസ് പറയുമ്പോൾ ഈ ഒരു വേർഡ്സ് ഇൻ ദി ടെക്സ്റ്റ് എന്നാണ്, അതായത് അബ്രിവേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഇൻ ദി ടെക്സ്റ്റ്, അതായത് സ്പെൽ ഔട്ട് ദം ഇൻ ഫുൾ, അതാണ് അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുട് നോട്ട്സ് ആവട്ടെ, അപ്പൻഡിസസ് ആവട്ടെ, അതുപോലെ തന്നെ ബിബിലിയോഗ്രഫീസ് ആവട്ടെ, ടേബിൾസ്, ഫിഗേഴ്സ് ഒക്കെ തന്നെ വളരെ റാത്തർ ആയിട്ടുള്ള രീതിയിൽ ഡിസൈറബിൾ ആയിട്ടുണ്ടാവണം. അതുപോലെ ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ ഫുട് നോട്ട്സും ബിബിലിയോഗ്രഫിയും ഒക്കെ തന്നെ ഡോക്യുമെൻറ്റ് ചെയ്യണം. ഫുട് നോട്ട്സ് നമുക്കറിയാം, അത് കണ്ടൻറ്റും അതുപോലെ തന്നെ റെഫറൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കണം. എക്സ്പ്ലനേറ്ററി മെറ്റീരിയൽസിൽ കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ ഈ ഫുട് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ടു നോളജ് ഇൻഡെപ്റ്റ്നെസ്, അതുപോലെ തന്നെ ആംപ്ലിഫൈ അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ എവിഡൻസിൻ്റെ വാലിഡിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫുട് നോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബിബിലിയോഗ്രഫി നമുക്കറിയാം, അതായത് നമ്മുടെ റിപ്പോർട്ടിൻ്റെ മേജർ പാർട്ടാണ് ബിബിലിയോഗ്രഫി എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി ഇൻഫോർമേഷൻസ്, അതായത് ഫസ്റ്റ് ഫുട് നോട്ട് റിലേറ്റിംഗ് ടു ദാറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ബിബിലിയോഗ്രഫി എന്ന് പറയുന്നത് ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ടോപ്പിക്സ് ബൈ ആയിട്ട്, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒക്കെ തന്നെ, സം അതർ പ്ലാൻസ് ഒക്കെ തന്നെ വേണം. റൈറ്റിംഗ് ദ റിപ്പോർട്ട്, ഇതിനെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് സെവറൽ റിവിഷൻസിനും റീറൈറ്റിങ്സും അതുപോലെ റീച്ചിങ്ങും ഒക്കെ തന്നെ ഒരു എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഒരു ഫൈനൽ ഫോമിലേക്ക് എത്തുക. അതുപോലെ ചാപ്റ്റേഴ്സ്, ഔട്ട്ലൈൻസ്, നോട്ട് കാർഡ്സ്, അതുപോലെ തന്നെ ഓർഡേഴ്സ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതുപോലെ സോഴ്സ് കാർഡുകളെ കുറിച്ചിട്ടും ആൽഫബറ്റിക്കൽ ഓർഡറും സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ റൈറ്റിംഗ് റിപ്പോർട്ട്. അതിനുശേഷം ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ റിസർച്ച് ഇതെല്ലാം എടുത്തിട്ട് ശേഷം ഒരു ഫുൾനെസ് ഓഫ് ഫാക്റ്റുകൾ, പ്ലാൻഡ് ഔട്ട്ലൈൻസ്, അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് വായിക്കണം. അതിനുശേഷം എഡിറ്റ് ചെയ്യണം, അതിൽ റിവൈസ് ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു ഫോളോവർ റിപ്പോർട്ട് ചെയ്യുന്നത്.
ടൈറ്റിൽ പേജും അക്നോളജ്മെൻറ്റ്, അതായത് പ്രിഫേസ് വെക്കുന്നു, അതായത് ഏറ്റവും ആദ്യത്തെ പേജിലല്ലേ നമ്മളതൊക്കെ വെക്കാം. അതുപോലെ ടേബിൾ ഓഫ് കണ്ടൻസ്, ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ചാർട്ട്സുകൾ, ബിബ്ലിയോഗ്രഫി, അപ്പൻഡിസസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫൈനൽ എഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഈ റിപ്പോർട്ട് നമ്മൾ വളരെ വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് നീറ്റാക്കി എടുക്കണം. ഒരു മാനുവലായിട്ടുള്ള ഒരു മനുസ്ക്രിപ്റ്റിലേക്ക്, ഫൈനൽ മനുസ്ക്രിപ്റ്റിലേക്ക് എത്തുകയും ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ടൈപ്പിംഗ് ഒരു പ്രൊഫഷണൽ ടൈപ്പിസ്റ്റിന് കൊടുക്കുക. അത് നമ്മളിപ്പോൾ പറയുന്നതിനനുസരിച്ച് ഇത് പറയുന്നുള്ളൊരു ഓർഡറിൽ. അതിന് ഏറ്റവും അവസാനം ബ്രീഫിംഗ് എന്നുള്ളൊരു കാര്യം, അതായത് ഇത്ര ടോട്ടൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസിലൊക്കെ തന്നെ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഇത്ര മിനിറ്റ്സുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടും പർപ്പസ് അനുസരിച്ചിട്ടും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറയും. ഇവാലുവേഷൻ ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ ഈ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യും, റിവ്യൂ ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ PhD ആസ്പിരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ തന്നെ നമ്മുടെ ഗൈഡിന് കൊടുക്കുക, നമ്മുടെ thesis-ആയിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊടുക്കുന്നതും. അതുപോലെ തന്നെ എല്ലാ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്ത ശേഷം ആ റിസർച്ച് പ്രപ്പോസലായിട്ട് അത് മാറുന്നു എന്നാണ് ടോട്ടലായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് റിസർച്ച് റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കുന്നത് പഠിച്ചാൽ മതി. ലാസ്റ്റത്തുള്ള PhD അതിൽ നമ്മൾ അങ്ങനെ കൊടുക്കും, യൂണിവേഴ്സിറ്റി കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ടോട്ടലായിട്ട് ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ.